അല്ല ഇഞ്ഞെന്തിനാ ഇന്ന് അടുക്കള കയറിയ ജിത്തിയെ? എനിക്ക് അറിഞ്ഞൂടെ പീരീഡ്സ് ആണെന്നുള്ളവരെ ഞാൻ അടുക്കള കയറുന്നേ, പിന്നെ ഇനി കയറേണ്ട ആവശ്യണ്ടാ? അല്ല എല്ലാവർക്കും ചായ വെക്കാന്ന് വിചാരിച്ചു ഞാന്. ഇനി ചായ വെച്ചാൽ ഇവിടെ ആരെങ്കിലും കുടിക്കുക? ഇന്നോട് ഞാൻ എല്ലപ്പം പറയുന്നില്ലേ, ഈ 5 പീരീഡ്സ് ഉള്ള സമയത്ത് 5 ദിവസം ഇനി അടുക്കള കയറണ്ടാന്ന്. പിന്നെ ഇനി അടുക്കള കയറേണ്ട ആവശ്യണ്ടാ? ഇനി തൊട്ടാൽ ആരും കുടിക്കൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഓൾ പീരീഡ്സ് ആന്ന് പറഞ്ഞ് പിന്നെ അകത്ത് കയറിയിട്ട് ഇതാക്കുന്നു. ഒരു ചായ ഒരു കളിയൂ എല്ലാം ഇനി പിന്നെ അടുക്കള കുന്തം പോലെ നിൽക്കുന്ന. എനിക്ക് ഇറങ്ങിയിട്ട് അടുക്കള നിങ്ങൾ പോറാ. പ്രജീഷേട്ടാ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെ അമ്മ എന്നെ പറയുന്നത്? എന്ത് കഷ്ടമുണ്ട് പ്രജീഷേട്ടാ, അനങ്ങാതെ എന്നിട്ട് നിൽക്കുന്ന. എന്റെ പൊന്നു ജിത്തു, അമ്മ പഴയ ആൾക്കാരല്ലേ. ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എനിക്കൊന്ന് സഹിച്ചൂടെ? 4 ദിവസത്തെ കാര്യമുള്ളൂ എനിക്ക് സഹിക്കാം. പക്ഷെ എന്തിനാ ഞാൻ ഈ തെറ്റിനെ ശരിയാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഇതൊന്നും വിശ്വാസമല്ല പ്രജീഷേട്ടാ, ഇതെല്ലാം കഷ്ടപ്പെടുത്തല. എന്റെ വീട്ടിലുണ്ട്, ഞാനും എന്താ അവിടെ നിന്നല്ലേ ഇങ്ങ് വന്നേ. ഞാനൊന്നും ഇതൊന്നും എന്റെ വീട്ടിലൊന്നും കണ്ടു വളർന്നിട്ടില്ല. ഇതെല്ലാം ഓരോരുത്തരെ കഷ്ടപ്പെടുത്തുന്നതാ. അല്ല ജിത്തിയെ, ഇഞ്ഞിട്ട് അങ്ങ് മുകളിൽ കയറിപ്പോന്നേ. ഇനി ഇന്നലെ രാത്രി ഉറങ്ങിയ പായം തൽക്കാണല്ലേ, അതെല്ലാം എടുത്തിട്ട് കഴുകിയിട്ടിട്ട് മുകളിൽ കയറിയിട്ട് ഇപ്പുറത്തെ റൂമിൽ കിടന്ന ഞാൻ എനിക്ക് ഭക്ഷണം എല്ലാം അങ്ങ് കൊണ്ടുതരും. അയ്യോ മഴ പെയ്യുന്നു. അയ്യോ എല്ലാം നനയുമല്ലോ. മഴ ഉണ്ടോളി നല്ലോണം പെയ്യുന്നു. അല്ല കുഞ്ഞുമോളെ, ഇന്നോടാരോ ഇത് എടുക്കാൻ പറഞ്ഞേ? ഇനി തൊട്ടേ ഇനിയിപ്പോ രണ്ടാമത് പിന്നെ ഞാൻ തിരുമ്പണ്ട വരുമല്ലേ? മാണ്ടാത്ത പണിയെടുത്ത് നോക്കുന്നോളൂ പറഞ്ഞല്ലേ ബാക്കിയാ. അമ്മ നമുക്ക് ചോറുണ്ണ. ഇതിപ്പം കഴിയും മോളെ, ഞാൻ വരുന്നു. ഇതിപ്പം തീരൂ, രസമുള്ളൂ. അമ്മ എന്നാ വരാത്ത? വിശക്കുന്നുണ്ടല്ലോ. 1:30-2 മണിയായി. അമ്മ നമുക്ക് ചോറ് കഴിക്കാൻ കഴിഞ്ഞാ? ഇതാ ഇപ്പം കഴിയോ, ഞാൻ വരുന്നുണ്ട്. ഇതാ ഇപ്പം വരാം, പെട്ടെന്ന് വരാം. കഴിഞ്ഞില്ലേ? ഞാൻ കഴിക്കുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്. കുറെ നേരമായി. ഈ എല്ലാ മക്കളും ഇനി ചോറെടുത്താ? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വേഗം വരുന്നുണ്ട്, ഇതങ്ങ് വെച്ചിട്ട് രേശമുള്ളൂ എനിക്ക് തുന്നുവെന്ന്. ഇനിയിപ്പൊ ഈ ചോറ് മൊത്തം മറിച്ചാളേണ്ട വരൂലേ? അച്ഛൻ വരുമ്പോ ഞാൻ എന്നാ കൊടുക്കുക? ഇനിയോട് ഞാൻ എല്ലപ്പം പറയല്ലേ ഈ 5 ദിവസം ഇനി അകത്ത് കയറണ്ടാന്ന്. ഇനി ഒന്നും ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ല, എല്ലാം ധിക്കരിച്ചാന്നല്ലോ പോന്നെ. അമ്മ രാവിലെ മുതൽ എനിക്ക് വയറുവേദന, അതുകൊണ്ട് രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ വിശന്നേരം ഞാൻ കുറച്ച് ചോറെടുത്തു. അമ്മേനെ ഞാൻ കുറെ നേരം കാത്തില്ലേ, അമ്മ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞേരം ഞാൻ ചോറെടുത്തതാ. അത് പറഞ്ഞിട്ട് എന്താ? അച്ഛൻ വരേണ്ട സമയമായി. ഇനിയിപ്പൊ ചോറ് മൊത്തം ചാടേണ്ട വരൂലേ? ഇനിയിപ്പൊ ഞാനപ്പോ അച്ഛൻ എങ്ങനെയാ ചോറ് വെച്ചു കൊടുക്കുക? ഈ ചോറ് ഇപ്പൊ എല്ലാം ചാടേണ്ട വരൂലേ? ഇവിടെ ആരുമില്ല. അമ്മേ, അമ്മേ, നിങ്ങൾ വാതിലെല്ലാം തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇതെന്താ ഈ പിള്ളേർക്ക് ഒന്നും കൂട്ടാണ്ട് വന്നേ? സ്കൂളിൽ പോയിക്കേ. ഇതെന്താ കണ്ണും മുടലും വല്ലാണ്ട് പോലെ? ആയിട്ട് ഭയങ്കര വയറ്. എല്ലാം എന്നിട്ടാ ഇനി ഇതെല്ലാം തൊടുന്നേ? ഇതിവിടെ ആരും തുടരുന്നില്ലേ? എങ്ങനെ മാസക്കുള്ളിൽ ആയാലേ? നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. എന്റെ അടുത്ത് അമ്മയൊന്നും ഇങ്ങനെയൊന്നല്ല, അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. എന്താ അന്ധവിശ്വാസം? ഇത് അന്ധവിശ്വാസം ഒന്നല്ല. ഇനി ഇവിടുന്ന് ഇറങ്ങിട്ട് അങ്ങ് റൂം പോയി കുത്തിരുന്നെ. എനിക്ക് ഞാൻ ചോറെല്ലാം ഞാൻ അങ്ങ് കൊണ്ടുതരാം. ചായ വെച്ചിട്ടുണ്ട്, ഞാൻ ചായ കൊണ്ടുതരല്ല ആദ്യം. നിങ്ങൾ അന്ധവിശ്വാസം കൊണ്ട് നടക്കത്തിരിക്കും, ഞാൻ പോയി കിടക്കട്ടെ. ഹലോ, ഓ എന്തൊരു മഴയാ. ഉഷയാ, കേൾക്കലെന്താ പരിപാടി ഉണ്ടോ പുതിയ? ഇതെന്താ ഇനി വന്നേ? ഇപ്പൊ മഴയല്ലല്ലേ, ഇപ്പൊ വൈറൽ പനിയെല്ലാം വന്ന് ഇങ്ങനെ നോക്കിട്ട് വന്നേ. ശരി, അതിന് വന്നതാ. ശരി, കുറച്ച് വെള്ളം തരുമോ മോളെ? ഓളെ കൊണ്ട് വെള്ളം ഒന്നും എടുപ്പിക്കണ്ടേ. ഇനി ഓള് ഇവിടെ പീരീഡ്സ് ആയിട്ട് മോളിൽ ഇരിക്കണ്ട. ഇവിടെ അടുക്കളയൊന്നും ഞാൾ കയറ്റിയൊന്നുമില്ല. ഓളെയൊന്നും 5 ദിവസം കഴിഞ്ഞാലേ ഞാൻ അകത്തെല്ലാം കയറ്റുള്ളൂ. ഞാൻ കൊണ്ടുത്തരാം എനിക്ക് വെള്ളം. ഇവിടെ ഇരിക്കും. എല്ലാം അതിഥേച്ചി ഇപ്പൊ ഉണ്ട് ഇങ്ങനത്തെ അന്ധവിശ്വാസമല്ലോ, അതെല്ലാം പണ്ടല്ലേ. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കൂ ചേച്ചി. അമ്മയല്ല ഇപ്പൊ പണ്ടത്തെ അന്ധവിശ്വാസം കൊണ്ടാ നടക്കുന്നത്. എനിക്കല്ല എന്തോ കഥ. ഞാളെല്ലാം പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ച് വളർന്നു വന്നതാ. അതുകൊണ്ട് ഇനി അതൊരിക്കലും മാറ്റുമെന്നും ഞാക്കൊന്നും പറ്റൂലേ. ഞാളിട്ട് മാറ്റുകയോ ഇല്ല. അതിഥേച്ചി പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അശുദ്ധിയോ ഒരു രോഗമോ ഒന്നും അല്ല. ഇത് സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന സ്വാഭാവികമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒലിക്ക് സ്നേഹവും വിശ്രമവും വേണ്ടേ, അല്ലാണ്ട് അപമാനമല്ല. എനിക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല ജിത്തി. ഇനി പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ട്. ഈശ്വരനായിട്ട് ഉഷേച്ചിനെ കൊണ്ടുവന്ന അമ്മേനോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് നന്നായി രക്ഷപ്പെട്ടു. ഇതാ ഉഷേച്ചൻ. എന്നോട് ക്ഷമിക്കും മക്കളെ. ഞാൻ ഇത്ര നാളും നിങ്ങളോട് രണ്ടാളോടും ചെയ്തതിന് എന്നോട് നിങ്ങൾ രണ്ടാളും ക്ഷമിച്ചോളി മക്കളെ.